ഹലോ നമസ്കാരം, കവീസ് കിച്ചൺ പാർട്ണറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കോളിഫ്ലവർ ചില്ലിയാണ്. അതിന് ഞാൻ 1 കിലോ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ ഉപ്പും അതുപോലെ 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് വെച്ചിട്ടുള്ളതാണിത്. ഇത് ഒന്ന് ചൂടാക്കി എടുക്കണം. നന്നായി വെന്ത് പോകരുത് കോളിഫ്ലവർ, ചെറുതായി ചൂടായാൽ മതി. നമുക്കിത് ചൂടാക്കി എടുക്കാം. നമ്മളെ കോളിഫ്ലവർ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. അതിനായി ഞാനൊരു പരന്ന പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് 4 സ്പൂണോളം കോൺഫ്ലവർ ചേർക്കുന്നുണ്ട്. 4 സ്പൂൺ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നതാണ് കോൺഫ്ലവർ ചേർക്കുക. ഇതിലേക്ക് ഒരു 3 സ്പൂണോളം മൈദമാവ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ കടലമാവ് ചേർത്താലും മതി. ഇത് മൈദമാവാണ് ഞാൻ ചേർക്കുന്നത്. 3 സ്പൂൺ മൈദമാവ്. കാശ്മീരി ചില്ലി പൗഡർ ഞാനൊരു 3 സ്പൂണോളം ചേർക്കുന്നുണ്ട്. പിന്നെ അധികം എരിവൊന്നുമില്ല, കളറിന് വേണ്ടി മാത്രം ചേർക്കുന്നതാണ്. അതുപോലെ ഒരു 1/2 സ്പൂണോളം സാധാരണ മുളക് പൊടി, ഒരു 1/2 സ്പൂണ് സാധാരണ മുളക് പൊടി ചേർക്കുക. ഒരു 1/2 സ്പൂണോളം 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ നിറയെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കോളിഫ്ലവർ ഉപ്പിട്ട് വേവിച്ച കാരണം കുറേശ്ശെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ശ്രദ്ധിച്ചു കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഉപ്പ് കൂടുതലായി പോകും. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, വെള്ളം അധികമായി പോകരുത്. ഇതുപോലെ അധികം കട്ടിയാവാനും പാടില്ല, അധികം ലൂസാവാനും പാടില്ല. കണ്ടോ, ഇതേ കൺസിസ്റ്റൻസിയിൽ വേണം ഇത് ചെയ്തെടുക്കാം. നമ്മളെ മസാലക്കൂട്ട് റെഡി ആയിട്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് പാകത്തിന് ഉപ്പ് അവരവർക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പിടാം. ഇതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കോളിഫ്ലവർ ഇട്ടിട്ടുണ്ട്. നന്നായി കൈ വെച്ച് നന്നായി മിക്സ്. കോളിഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഈ കോളിഫ്ലവർ വേവിക്കുമ്പോൾ നന്നായി വെന്ത് ഉടഞ്ഞു പോകരുത് കേട്ടോ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് ഉടഞ്ഞു പോകും ആകെ. അതുകൊണ്ട് ചെറിയൊന്ന് തിളച്ചാൽ മതി. കോളിഫ്ലവർ ഉപ്പിട്ടിട്ട് കോളിഫ്ലവർ ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതി കേട്ടോ, അധികം വെന്ത് പോകരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇത് എണ്ണയിൽ വറുത്തെടുക്കാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കാം കേട്ടോ. എല്ലാം ഒരുമിച്ച് ഇടണമെന്നില്ല, കുറേശ്ശെ വറുത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നന്നായി വെന്ത് കിട്ടും, നന്നായി ഫ്രൈ ആയിട്ട് കിട്ടും. കോളിഫ്ലവർ നന്നായി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അതാ കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. നമുക്കിത് ഇത് ഒരു പ്ലേറ്റിലേക്ക് റെഡി ആയിട്ടുണ്ട്. പ്ലേറ്റിലേക്ക് എടുക്കാം. ഇങ്ങനെ കുറേശ്ശെ ആയിട്ട് വറുത്തെടുക്കാം. ബാക്കിയുള്ളതും കൂടി ഇങ്ങനെ കുറേശ്ശെ വറുത്തെടുക്കാം കേട്ടോ. അധികം വല്ലാതെ മൊരിയാൻ നിൽക്കണ്ട, ഒരു മൊരിച്ചിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. ബാക്കിയുള്ളതും കൂടി ഇങ്ങനെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചില്ലി ഗോബി റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാം ഞാൻ വറുത്ത് കോരിയുണ്ട്. അതിൻ്റെ കൂടെ അവസാനം കുറച്ച് വേപ്പിലയും കുറച്ച് പച്ചമുളകും നെടുക കീറിയതും കൂടി വറുത്ത് ഇതിൻ്റെ മുകളിലിട്ടുണ്ട്. നല്ല എരിവുണ്ട്. തൃശ്ശൂർക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ നല്ല ചൊടിയുള്ള കോളിഫ്ലവർ ചില്ലിയാണിത്. എല്ലാവരും കഴിച്ചു നോക്കിയിട്ട് എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.